ഇറ്റ്സ് മീ ഷൈല്യാസ് ഫ്രം കുഡ് ഡിസൈൻ. അപ്പോൾ ഇത് പുതിയ കളക്ഷനാണ്. പുതിയ വെച്ചാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാ. സിമ്പിൾ ആയിട്ടൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും നോർമൽ യൂസേജിനും പറ്റുന്ന ഒരു ഐറ്റാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇന്നലെ കാണിച്ചതിൻ്റെ തന്നെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റാണ് ഡിഫറെൻറ്റ് പ്രിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ ഇന്നലെ കാണിച്ചതിന് എല്ലാവരുടെ ഭാഗത്തും നല്ല റെസ്പോൺസ് ആണ്. കാരണം ഒരുപാട് പ്രീ ബുക്കിങ്ങും ഒരുപാട് കയറുള്ള ഒരു പീസാണ് ഇന്നലത്തത്. മസ്ലിൻ സിൽക്കിൽ തന്നെ വരുന്നത്. ഇത് അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ വരുന്നതാണ്, ഡിഫറെൻറ്റ് പ്രിന്റ് വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഓരോന്നോരെ തന്നെ കാണാം. മൊത്തം 8 ഷെയ്ഡുകളാണ്, 7 ഷെയ്ഡുകളാണുള്ളത്. 7ഉം അടിപൊളി ഡാർക്ക് ഷെയ്ഡുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടൺ പോലെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ് വരുന്നത്. കുറച്ചൊരു ബ്രൈറ്റ് യെല്ലോ എന്ന് പറയുമ്പോൾ ബ്ലാക്കിലേക്ക് അത് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു യെല്ലോ ഓറഞ്ച് കളർ ഒക്കെ മിക്സിങ് ആയിട്ടുള്ളതാണ് വരുന്നത്. സെൻറ്ററിലൊരു പാനൽ ലൈൻസ് വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ എൻഡിലായിട്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്. അത് ഫുള്ള് ഒരു സർദോസി വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. നമുക്ക് ലെങ്ത് ഇന്നലത്തെ അതേക്കെ പോലെ തന്നെ 49+ ലെങ്ത് ഉണ്ടായിരിക്കും. 7XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബാക്ക് പോർഷന് സെയിം ഇതുപോലെ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. ബോഡി ഓൾ ഓവർ ഒരു പ്രിന്റ് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് നമ്മൾ ടോപ്പിന്റെ താഴ്ഭാഗത്ത് കാണുന്നതാണ് സ്ലീവിലേക്ക് വരുന്ന ഭാഗം കേട്ടോ. ഇതാണ് സ്ലീവിന്റെ അടിയിലേക്ക് വരുന്നത്. ഇവിടെയാണ് സ്ലീവ് കിട്ടുക. അപ്പോൾ ടോപ്പ് ലെങ്ത് ഞാൻ പറഞ്ഞു 49+ ഉണ്ടായിരിക്കും. ഒരു 7XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെന്താ, അങ്ങനെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ക്രീപ്പ് ലൈനിങ് ആയിരിക്കും ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 2x1 മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. ക്യാൻവാസ് സാറ്റിനിൽ വരുന്ന നല്ലൊരു ബോട്ടം, അത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ദുപ്പട്ട വരുന്നതും സോഫ്റ്റ് ആയിട്ട് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. മസ്ലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി പാകിസ്ഥാനി സ്യൂട്ടിനൊക്കെ നമ്മൾ അധികം ഇപ്പോൾ ദുപ്പട്ടകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻസ് ഉണ്ട്. ഇത് മസ്ലിൻ സിൽക്കാണ്. അപ്പോൾ സോഫ്റ്റ്നെസ്സും ഉണ്ട്, സിൽക്കിൻ്റെതായ ഒരു ഷൈനിങ് കൂടെ വരുന്നതാണ്. ഫസ്റ്റ് വൺ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് വരുന്നതായിട്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് അതും അതുപോലെ തന്നെ ഒരു മൾട്ടി ഷെയ്ഡ് തന്നെയാണ്. ഇന്ന് കാണിക്കുന്ന ഫുള്ളൊരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഒരു കോപ്പർ കളറ്, പീകോക്ക് ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഷെയ്ഡായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കളേഴ്സുകൾ കേട്ടോ. ഓക്കെ, ഒരു കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ പ്രിന്റ് വരുന്നത് ബോഡി ഓൾ ഓവർ ഒരു ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ടോപ്പ് സെൻറ്ററിൽ ഇങ്ങനെ ഇവിടെ ഈ ഡിസൈൻ അങ്ങനെയാണ് വരിക. ബോഡി ഓൾ ഓവർ ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. മൊത്തത്തിലൊരു സർദോസി അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. ലെങ്ത് നമുക്കൊരു 49+ ഉണ്ടായിരിക്കും. 7XL സൈസ് ഒക്കെ വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് ഇതിലേക്ക് വരുന്ന സ്ലീവ് കേട്ടോ. നേരത്തെ ബ്ലാക്കിൻ്റെത് കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ സെയിം പ്രിന്റ് ആയിട്ട് താഴ്ഭാഗത്ത് മാത്രം ബോർഡർ. ഇത് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കളറിലായാലും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ബോഡി വരുന്നത് കേട്ടോ. ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡാണ്. ഒരു ബേക്കൺ ഓറഞ്ച് ഒക്കെ മിക്സിങ് ആയിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഓറഞ്ച് അല്ല, ഒരു കോഫി ബ്രൗണും അങ്ങനെ മിക്സിങ് ആയിട്ടുള്ള കളർ വ്യത്യാസം വരുന്നുണ്ടെന്നാ പറയുന്നത്. നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ശരിക്കും എക്സാക്ട് കളർ അതിൽ കിട്ടുന്നില്ല എന്നാ പറയുന്നത്. അതിലേക്ക് ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ദുപ്പട്ട മസ്ലിൻ സിൽക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു ഷെയ്ഡ്, സെന്റർ പോർഷനത്തെ ഷെയ്ഡ് കറക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. അതിലേക്ക് പീകോക്ക് കളറൊക്കെ പ്രിന്റ് വരുന്നതാണ് സെക്കൻഡ് വൺ വരുന്നത് കേട്ടോ. തേർഡ് ഷെയ്ഡിൽ വരുന്നത് ഒരു നല്ലൊരു ബർഗണ്ടി അല്ലെങ്കിൽ ഡീപ്പ് ബീട്രൂട്ട് ഷെയ്ഡ്, മെറൂൺ മിക്സ് ആയിട്ടുള്ള ബീട്രൂട്ട് ഷെയ്ഡ് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ബീട്രൂട്ട് കുറച്ച് നേരം കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഡാർക്ക് അങ്ങനെ ഷെയ്ഡ് വരുമല്ലോ, അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത്. മെറ്റീരിയൽ 49+ ഉണ്ടായിരിക്കും. 7XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലീവിന് മെറ്റീരിയൽ സെപ്പറേറ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ 44 ലെങ്ത് ഉള്ളത് വിടുത്തുള്ളത് ഫുള്ള് നമുക്ക് ഫ്രണ്ട് ഇത്രയും സൈസുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാര കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു പാരലൽ ലൈൻസ് വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേ ഡിസൈനാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ കണ്ട എൻഡിലേക്കായിട്ട് ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കും ഫ്രണ്ടും ഈ ഒരു സെയിം ഫ്രണ്ടിൽ മാത്രം പാനൽ കേട്ടോ. ബാക്ക് പോർഷൻ ഓൾ ഓവർ ഇതുപോലെയാണ് വരിക. താഴേക്ക് വരുന്ന ഈ ഒരു ഭാഗം സ്ലീവിൻ്റെ എൻഡ് പാർട്ടാണ് കേട്ടോ.
ഈ ഒരു ബോർഡർ വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടാണ്. സ്ലീവ് സെപ്പറേറ്റും ആണ്. 49+ സൈസ് ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സൈസിൽ നമുക്ക് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുന്നതും അതുപോലെ തന്നെ സെയിം ഷെയ്ഡിലാണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ഷൈനിങ് എഫക്റ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഭയങ്കര ഗ്ലിറ്ററിങ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷൈനിങ് എഫക്റ്റ് വരുന്നതാണ്. മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അപ്പൊ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഞാനിട്ട് സെയിം ഷെയ്ഡ് തന്നെയാണ്. ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒലിവ് ഗ്രീനും പീകോക്ക് ഗ്രീനും ഒക്കെ കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതില് മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് അങ്ങനെയൊന്നുമല്ല. കുറച്ചിങ്ങനെ ഒരു എന്താ പറയാ ഓൾ ഓവർ ഒരു പ്രിന്റഡ് പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. പിന്നെ എന്താ നമുക്ക് ലെങ്ത് 49 ഉണ്ടായിരിക്കും. മെറ്റീരിയലും അടിപൊളി മെറ്റീരിയലാണ്. മസ്ലിൻ സിൽക്ക് എന്നുള്ളത് കേട്ടോ. ഒരു ഷൈനിങ് എഫക്റ്റ് വരുന്ന മെറ്റീരിയലാണ്. ടോപ്പ് ലെങ്ത് നോക്കിയൊക്കെ ഇത്രയും നമുക്ക് ലെങ്ത് കിട്ടും. മീൻസ് ഒരു 49+ ലെങ്ത് ഉണ്ടായിരിക്കും. 7XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ ആണ്. പക്ഷെ ഫ്രണ്ട് ഏരിയയിലേക്ക് ഇതുപോലൊരു ഹൈലൈറ്റിംഗ് വർക്ക് എല്ലാ പീസിനും അതുപോലെ വരുന്നുണ്ട്. ഒരു ഹൈലൈറ്റിംഗ് വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ സെയിം പ്രിന്റ് ആണ് വിത്തൗട്ട് ഹൈലൈറ്റിംഗ് വർക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത്. സ്ലീവിന്റെ എൻഡ് ഏരിയയിലേക്ക് കേട്ടോ. എൻഡ് ഏരിയയിലേക്ക് മേൽഭാഗത്ത് പ്ലെയിൻ ആണ്. എൻഡ് ഏരിയയിലേക്ക് ഇതേ ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അടിപൊളി പീസാണ്. പീസ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ മെറ്റീരിയലിന്റെ ആ ഒരു ഭംഗിയാണ് കൂടുതലായിട്ടുള്ളത്. മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആയിട്ട് കാണുന്നതിനേക്കാളും സൂപ്പർ. അതെ അതെ, മെറ്റീരിയൽ ആയിട്ട് കാണുന്നതിലും അടാ ഈ സെയിം ആണ് ഇപ്പൊ ഞാൻ ഇട്ടുള്ളത്. അപ്പൊ എല്ലാതും ഇങ്ങനെ തന്നെ ആയിരിക്കും എഫക്റ്റ് ഉണ്ടായിരിക്കുക. നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽ കാണുമ്പോൾ ഭയങ്കര ജഗ പോക വർക്കുള്ള പോലെ തോന്നും. പക്ഷെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ നോക്കി അങ്ങനെ അറിയുന്നില്ല. അങ്ങനത്തെ എനിക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര വലിയ പ്രിന്റ് ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ട് ഒക്കെ ആക്കിയ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയലാണ്. സ്റ്റിച്ച് ചെയ്തിട്ടപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുന്നു. ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നത് നല്ലൊരു ഡീപ്പ് പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നൊരു പീകോക്ക് ബ്ലൂ അല്ലേ, പീകോക്ക് ബ്ലൂവിൽ വരുന്ന ഒരു ബോട്ടം. ഗ്രീൻ ആണോ? പീകോക്ക് ഗ്രീൻ, പീകോക്ക് ബ്ലൂ, പീകോക്ക് ഗ്രീൻ. അതെനിക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. എക്കോ ബ്ലൂ, എക്കോ ഗ്രീൻ, അത് രണ്ടും കൺഫ്യൂഷൻ ഉള്ള ഒരു ഐറ്റാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഗ്രീനിന്റെ പല ഷെയ്ഡുകളാണ് ഇതിൽ ആക്ച്വലി വരുന്നത് കേട്ടോ. അതിലേക്ക് യെല്ലോയും കൂടെ മിക്സിങ് ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. യെല്ലോ ഗ്രീനിന്റെ ഷെയ്ഡുകളൊക്കെ മിക്സിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനാണ്. മെറ്റീരിയലും സൂപ്പറാണ്. മെറ്റീരിയൽ സൂപ്പർ എന്ന് പറയാൻ കാരണം അതിന്റെ ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതിന്റെ ആ സ്മൂത്ത്നെസ്സും അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വണ് ഒരു ഡീപ്പ് കോഫി ഷെയ്ഡിൽ വരുന്നതാണ്. ഡീപ്പ് കോഫി കളറാണ്. ഡീപ്പ് കോഫി എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ബർഗണ്ടി മിക്സ് വരുന്ന ടൈപ്പ് നല്ല ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ. ഇതിന് നെക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഇതിന് നെക്കിന്റെ അവിടെ ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 49+ ലെങ്ത് ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സൈസ് 7XL 44 വിഡ്ത്ത് വരെ ഒരു സൈഡിൽ കിട്ടും കേട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. സെയിം ഡിസൈൻ ഈ ഇതിന്റെ സൈഡ്സിൽ വരുന്ന സെയിം ഡിസൈൻ ബാക്ക് പോർഷനിൽ ഫുള്ള് വരുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് കാണുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ ഒരു എൻഡിൽ കാണുന്നത് ഇതാണ് സ്ലീവ് വരുന്നത്. അപ്പൊ സ്ലീവിലേക്ക് ഇതുപോലെ പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ പോലെ വന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഒരു 2 ഇഞ്ചിൽ ബോർഡർ ആയിട്ടാണ് വരിക കേട്ടോ. ഓൾ ഓവർ നല്ല അടിപൊളി പീസാണ്. കോമ്പിനേഷനും അതിൽ ആ ഒരു ഡീപ്പ് ഒരു മെറൂൺ അല്ലെങ്കിൽ ഡീപ്പ് കോഫി ഷെയ്ഡിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഓറഞ്ച് കളർ, പീച്ച് കളർ. ഓറഞ്ച് തന്നെ ഭയങ്കര ബ്രൈറ്റ് അല്ല കേട്ടോ. ഓറഞ്ച് കളർ, പീച്ച് കളറൊക്കെ മിക്സിംഗ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ് വരുന്നത്. ബോട്ടം വരുന്നതും കണ്ട നല്ലൊരു ക്യാൻവാസ് സാറ്റിൻ അല്ലെങ്കിൽ ക്യാൻവാസ് കോട്ടൺ ടൈപ്പിൽ വരുന്ന ഒരു ബോട്ടം. ഇതാണ് ദുപ്പട്ട വരുന്നത്. മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട. നല്ല ഷെയ്ഡാണ്, നല്ല കോമ്പിനേഷൻ ആണ് കണ്ടാ. ഇതിൽ കാണുമ്പോ എങ്ങനെ തന്നെയല്ലേ, ഓൾറെഡി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബഹളം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ സ്റ്റിച്ചിങ് നല്ലൊരു എന്താ പറയാ നല്ലൊരു എലഗൻസ് ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് വരുന്നത് സെയിം ഞാൻ ഇട്ടതിന്റെ ജസ്റ്റ് കളർ ചേഞ്ച്. ഡിസൈൻ ഒക്കെ സിമിലർ ആയിരിക്കും കേട്ടോ. കളർ ചേഞ്ച് ആയിട്ടുള്ള പീസാണ് വരുന്നത്. ഇതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. പീകോക്ക് ബ്ലൂ, പീകോക്ക് ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇട്ടതിൽ ഒരു യെല്ലോയുടെ ഒരു മിക്സിങ് കൂടെ വരുന്നുണ്ട്. ഇത് ഫുള്ള് നമ്മളെ ആ ഒരു മയിലിന്റെ ഒരു എന്താ പറയുക കോമ്പിനേഷനാണ് ഫുള്ള് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ഫ്രണ്ട് ഏരിയ ഹൈലൈറ്റിംഗ് ഉണ്ട്. ബോഡി ഓൾ ഓവർ ഒരു ഹൈലൈറ്റിംഗ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്ക് പോർഷൻ സെയിം തന്നെയാണ്. ഇതാണ് സ്ലീവിലേക്ക് വരുന്നത് കേട്ടോ. കേട്ടോ, ഇതാണ് സ്ലീവിലേക്ക് വരുന്ന വർക്ക് വരുന്നത്. ഞാനിട്ടതിൻ്റെ കളർ ചേഞ്ച് അല്ല. ഇതിലൊരു ഗോൾഡൻ യെല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സെക്കൻഡ് വൺ, അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. അല്ലേ? അതിൻ്റെ കളർ ചേഞ്ച് ആണ്. അപ്പോൾ ഓരോ ഡിസൈനിൽ രണ്ട് പീസ് വെച്ചിട്ടാണ്. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുന്നതും നല്ലൊരു ബ്ലൂ, പീകോക്ക് ഗ്രീൻ ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള മസ്ലിൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. സോഫ്റ്റ് കുഴഞ്ഞിട്ട് എനിക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ അത് ഒതുങ്ങി പോണ് ദുപ്പട്ട. ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ.
അടുത്ത ഷെയ്ഡ് വരുന്നത്, അടുത്ത ഡിസൈൻ വരുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെറൂൺ കളറിൽ വരുന്നത്, ഡീപ്പ് മെറൂൺ കളർ. അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ളതാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. അതും കോമ്പിനേഷനും അതിൻ്റെതും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഡീപ്പായിട്ടുള്ള കളേഴ്സുകളാണ് കേട്ടോ. ഓക്കെ, നല്ല ഷെയ്ഡാണ് ഇത്. ശരിക്കും പറയാൻ നെക്കിൻ്റെ ഏരിയയിലേക്കാണ് വരിക, പിന്നെ സൈഡ്സിലേക്കാണ് ഇത് വരിക. അങ്ങനെ ഡിസൈൻ വരുന്നത്. ബാക്ക് പോർഷനിൽ ഓൾ ഓവർ ഇതുപോലെ പ്രിന്റ് വരും. 49+ സൈസ് ഉണ്ടായിരിക്കും. ഇത് ഇത്ര ലെങ്ത് കേട്ടോ, ഇത്രയും കൂടെ പോർഷൻ ഈ ഫ്രണ്ടിലേക്ക് ഉണ്ട്. ഇതാണ് സ്ലീവിലേക്ക് വരുന്നത്. കുറച്ച് ലെങ്തി പാറ്റേൺ മെറ്റീരിയൽ ആയ കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ട്. ഇതാണ് സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് വരിക. ഇത് താഴ്ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പിടുത്തം കിട്ടുന്ന ഒരു നല്ലൊരു മെറ്റീരിയൽ ആയ കാരണം ക്രേപ്പ് ലൈനിങ്ങനെ അടിച്ചാൽ കൂടുതൽ ബെറ്ററാണ്. ഇനി എല്ലാം കുറച്ച് തിന്നായിട്ടുള്ള ബോഡിയുള്ള ആളുകളാണെങ്കിൽ 2x1 അല്ലെങ്കിൽ 2x2 ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം മറ്റു നോർമൽ കോട്ടൺ ലൈനിങ് ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു സ്റ്റിഫായി നിൽക്കും, അപ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. ഇതാണ് ബോട്ടം വരുന്നത്, നേവി ബ്ലൂ തന്നെയാണ്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ആംഗിൾ ലെങ്ത് ആയാലും പാരലൽ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ആ മെറ്റീരിയൽ ഇട്ട് ബോട്ടം. ഇതാണ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ദുപ്പട്ട. നല്ല നേവി ബ്ലൂ കളറിൽ നല്ലൊരു ഡീപ്പ് മെറൂണും ഡീപ്പ് ഓറഞ്ച് കളറും അതുപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോ ഫ്ലഷ് കളറൊക്കെ മിക്സിംഗ് ആയിട്ടുള്ള സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. ഡിസൈനും അടിപൊളിയാണ്, മെറ്റീരിയലും ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയലും അടിപൊളിയാണ്, ഒന്നൊന്നിനും മെച്ചം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.